പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശ്വാസം വിടാതെ ജോലിയെടുത്ത ഒരു ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 6 മണിക്ക് അടുക്കളയിലേക്ക് എത്തണമെന്ന് വിചാരിച്ചിട്ട് 7 മണി ആയിട്ടുണ്ട് കേട്ടോ അടുക്കളയിലേക്ക് എത്താൻ. നല്ല മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ എണീക്കാൻ ഭയങ്കര മടിയേനി. അപ്പോൾ തലേന്ന് രാത്രി കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ചിക്കന് വറുത്തരച്ചിട്ട് കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തലേന്ന് രാത്രി തന്നെ ഈ തേങ്ങ ഒക്കെ വറുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കറി വെക്കുന്നതിനോട് തന്നെ രാത്രി മിക്ക ദിവസവും കറി ഉണ്ടാവില്ല. അപ്പം പച്ചക്കറിയൊക്കെ ആയിരിക്കുമല്ലോ ഉച്ചക്ക് വെക്കുക. അപ്പോൾ അതാ രാത്രിയിലേക്ക് നെത്തൽ ഒന്ന് മുളകിട്ടെടുക്കുന്നുണ്ട്. ഈ തേങ്ങ വറുത്ത് വെച്ചാൽ വേണമെങ്കിൽ അരച്ച് വെക്കുക, പക്ഷെ ഞാൻ വറുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അത് ചൂടാറാനായിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ബോക്സിലാക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ പിറ്റേന്ന് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചിക്കനൊക്കെ കഴുകി ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേന്ന് രാത്രി ഈ ഫ്രീസറിലിട്ട് വെച്ചാൽ രാവിലെ ഒരുപാട് ലേറ്റ് ആവും ഈ ഫ്രീസറിൽ നിന്ന് ആ ഒരു ചിക്കൻ്റെ തണുപ്പൊക്കെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി തന്നെ ആ ഒരു ചിക്കനിലേക്ക് കുറച്ച് മസാല ചേർത്ത് വെക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഇത് കാശ്മീരി മുളകായതുകൊണ്ടാണ് കുറച്ച് അധികം കളറ്. അപ്പോൾ ഇവിടെ കുറേ ദിവസം ഞാൻ പറഞ്ഞില്ലേ നല്ല എരിവേനി മുളകിന്. അപ്പോൾ എല്ലാവരും കറി കൂട്ടുമ്പോൾ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് കൂട്ടുന്നതല്ലേ. അപ്പോൾ എരിവ് കുറയ്ക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ കാശ്മീരി വാങ്ങിയത്. പിന്നെ അതേപോലെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിലാണ് കേട്ടോ വെക്കുന്നത്, ഫ്രീസറിലല്ല. അപ്പോൾ അതുകൊണ്ട് കേടൊന്നും വരില്ല, നമ്മൾ രാവിലെ തന്നെ എടുക്കുകയും ചെയ്യുമല്ലോ. ഈ പണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഗസ്റ്റ് വന്നിട്ടോ മോനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ്, സമയവും കാലമൊന്നുമില്ല, ഏത് സമയത്തും ഇരുന്നാല് വന്നുകൊണ്ടാണ്. അതും മാനേജ് ചെയ്യണം, വീട്ടിലെ പണിയും മാനേജ് ചെയ്യണം. നമുക്ക് ഹെൽപ്പിന് വന്നിന് ആ ഒരു ചേച്ചി പോയിട്ടോ. അപ്പോൾ അത് അവർ കൊണ്ടുവന്ന കോഴിമുട്ടയും പഴയമാണ് കേട്ടോ. അത് കോഴിമുട്ട ഞാനത് ആ ട്രയലെടുത്ത് വെച്ചിട്ട് കഴുകാത്തോടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാത്തത്. അതിനിടയ്ക്ക് വിരുന്നാർ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ ചായയും കടിയും അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ചൂടാറി അത് പാത്രത്തിലേക്ക് ആക്കി വെച്ച് ഉപ്പേരിക്ക് അരിഞ്ഞിട്ടുണ്ടേനി, ബീൻസാണ്. അപ്പോൾ അത് അരിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടേനി. അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. കുറേയൊക്കെ രാത്രി കുറച്ചൊന്ന് ക്ലീനാക്കി വെച്ചാൽ രാവിലെ നമുക്ക് എളുപ്പമാണല്ലോ. ഇപ്പോൾ രാവിലെ എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാനുണ്ട്. ഒരു 10 മണിയാകുമ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകണം. അതുകൊണ്ടാണ് 10 മണിക്കാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അത് രാവിലെ ആയതിന് ശേഷം കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ചിക്കൻ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് പിന്നെ ചിക്കൻ മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് സാധാരണ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് സാധാരണ ഞാൻ ചിക്കൻ കറി വെക്കൽ. അപ്പോൾ ഈ മുളകിട്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും, അല്ലെങ്കിൽ വറുത്തരച്ചതാണെങ്കിൽ പിന്നെ വറുത്തരച്ചത് ചേർക്കും. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മല്ലിപ്പൊടിയാണ് കേട്ടോ. അത് മുമ്പത്തൊക്കെ ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുക്കർ വേഗം ഫസ്റ്റ് തന്നെ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. കറി പിന്നെ കോഴിമുട്ടയും പഴവും ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കോഴിമുട്ട എനിക്കും കാക്കുമൊക്കെയാണ്. കോഴിമുട്ട മോള് കഴിക്കില്ല കേട്ടോ. അവൾ കഴിക്കാൻ നമുക്ക് ഭയങ്കര തകരാറാണ്, വയറുവേദന ആവുന്നുണ്ട്, കഴിക്കാറേ ഇല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കഴിക്കും. പിന്നെ മോക്കൊരു പഴം മാത്രം മതി എന്നുകൊണ്ട് ചില ദിവസം കാലിച്ചായ ഒന്നും കുടിക്കില്ല, ചില ദിവസം കുടിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. മോൻ്റെ ഉറക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഓൾ ഓരോ ദിവസം ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ 40 കുളിച്ചിട്ടോ. അങ്ങനെ നമ്മൾ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടല്ലോ 40 കുളി, അതൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പോയും ചെയ്തില്ല. അപ്പോൾ 4ാമത്തെ ദിവസമാണ് കേട്ടോ അവർ പോയിട്ട്. അപ്പോൾ അവർ പോയതിന് ശേഷം ശരിക്കും ഞാൻ ആകെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു വലങ്കൈ പോയി എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്നു അവർ ഇവിടെ ഉള്ളപ്പോൾ. കാര്യമായിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ മതിയേനി. പിന്നെ ചായക്കും പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോൾക്കുള്ള ഹോർലിക്സാണ്. അപ്പോൾ ഹോർലിക്സ് കഴിച്ചുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല, നമ്മളെ ഹെൽത്തിനും ഒന്നും വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ ആ പാല് ഓരോ സമയത്തും അകത്തെത്തിക്കോളല്ലോ എന്നുള്ള ഒരു ഗുണം മാത്രമാണ് ഉണ്ടാവും ഹോർലിക്സിൽ ഞങ്ങൾ കാണുന്നത്. പിന്നെ ഓക്ക് കുറച്ച് പാലെടുത്തതിന് ശേഷം പിന്നെ ആ പാലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചായ റെഡിയാക്കുകയുണ്ട്. അപ്പോഴേക്കും ഇക്കാക്ക് ചായ കുടിക്കാൻ നേരമില്ലാതെ ആരോ വിളിച്ചിട്ട് പോയിട്ടോ, ഓർഡർ വന്നപ്പോൾ പോയി. അങ്ങനെയാണ്. ഇപ്പോൾ ചായക്കും ചോറിനൊക്കെ എന്തൊക്കെയോ ഒരു കഥയാണ്. ഇപ്പോൾ യാതൊരു കൃത്യമൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഭക്ഷണത്തിനും ഒന്നിനും കാക്കൻ്റെ ആരെങ്കിലുമൊക്കെ ഓർഡർ വിളിക്കുമ്പോൾ ആ ഒരു സമയം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. പിന്നെ നമ്മൾ ആ ഒരു പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ മുമ്പത്തൊക്കെ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടില്ലേ, ആ ഒരു പുട്ടുപൊടി തന്നെ ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കണ റേഷൻ കടയിൽ അരി വെച്ചിട്ട്. അപ്പോൾ അത് ആ പുട്ടുപൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചിലവർക്കൊക്കെ അജ്മി പുട്ടുപൊടിയൊക്കെയാണ് ഇഷ്ടം, പക്ഷേ ഞാനിത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കൽ. എൻ്റെ പുട്ടും കുറ്റിയും തൂക്കൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് തീ ഓഫാക്കാൻ മറന്നുപോയിട്ട് കരിഞ്ഞു പോയതൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ ഒരു ഇത്തിരി കരിയല്ല കുഴപ്പമില്ല ചോദിച്ചാൽ അത് തന്നെയാണ് കേട്ടോ മുന്നോട്ട് കൊണ്ടുപോകണേ.
പിന്നെ അത് വേഗം പുട്ടൊക്കെ ചുട്ടെടുക്കുകയാണ്. ഈ 9 മണിയാകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പോകണം. ഫുഡും ചായയും ചോറും എല്ലാം ആവണം കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആണെങ്കിൽ ഞാൻ അത് തന്നെയാണ് കൊടുത്തേക്കൽ. പിന്നെ അതേപോലെ നൈസ് പത്തിരിയും ചിക്കൻ കറി ആണെങ്കിൽ അത് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കൽ. പിന്നെ ഉച്ചക്കത്തെ ചോറ് ഏതായാലും എനിക്ക് രാവിലെ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറൊക്കെ ആവണില്ല. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ചില ദിവസം ഞാൻ ചോറ് തന്നെയാണ് കേട്ടോ കൊടുക്കൽ. അങ്ങനെ ഞങ്ങൾക്കും കൂടി ചോറാകുന്നതിനെ കൊണ്ട് രാവിലെ തന്നെ എൻ്റെ പണി കഴിയില്ല. അതിനോണ്ട് ചില ദിവസം ഇങ്ങനെയും ചെയ്യും, ചില ദിവസം ഇങ്ങനത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അതൊക്കെ ആണെങ്കിൽ അതും കൊടുക്കും. ഇപ്പോൾ അതാ ഇന്ന് ചോറും കറിയൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അതാ ഒരു ബീൻസ് ലേശം തേങ്ങ ഇട്ടിട്ടുള്ള ഒരു എന്താ പറയുക തോരൻ പോലെ വെക്കുകയാണ്. പക്ഷേ ഈ ഒരു തേങ്ങ ഒന്ന് ഒതുക്കിയാൽ ആണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ്. ഇത് കുഴപ്പമില്ല എന്നേ ഉള്ളൂ, അടിപൊളിയൊന്നുമല്ല. പക്ഷേ തേങ്ങ പച്ചമുളകും പിന്നെ ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ കൂടി ഇട്ട് ഒതുക്കിയിട്ട് നമ്മൾ ഈ ഒരു ഉപ്പേരിയിലേക്ക് ഇടുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ആ ഒരു കറി അപ്പോഴേക്കും ചിക്കൻ കറി വെന്തിട്ടുണ്ട്. പിന്നെ ആ ഇതില്ലേ നമ്മൾ അരച്ച അത് പിന്നെ വറുത്തരച്ചത് വറുത്ത് വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. തലേന്ന് തന്നെ ഞാൻ ഓരോന്നും നമ്മൾ പിറ്റേന്ന് രാവിലെ എന്താണോ വേണ്ടി വെച്ചാൽ ഞാൻ തലേന്ന് വൈകുന്നേരം എൻ്റെ മൈൻഡിലുണ്ടാവും എന്തൊക്കെയാണ് പിറ്റേന്ന് രാവിലെ വേണ്ടി ഉച്ചയ്ക്ക് വേണ്ടി. അല്ലാതെ രാവിലെ എണീറ്റിട്ട് അടുക്കളയിൽ നിന്നിട്ട് നമ്മൾ ആലോചിക്കുകയല്ല ചെയ്യുക. ഓരോന്നും പിറ്റേന്ന് എന്തൊക്കെ വേണം, ഇനി എന്താണ് മീൻ പൊരിച്ചാണോ ഉപ്പേരിയാണോ എന്താണോ പപ്പടം കാച്ചുന്നത് വരെ തലേന്നേ എനിക്കൊരു പ്ലാനിങ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത് തലേന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ ഭയങ്കര ഈസിയാണ്. എനിക്കത് എത്രയോ പ്രാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തലേന്ന് ഒരുവിധം പണി ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം പണിയെങ്കിൽ നമ്മൾ ഒതുക്കി വെച്ചാൽ ഫാസ്റ്റായിട്ട് നമ്മളെ പണി കഴിയും. ഇങ്ങനെ എന്നെപ്പോലെ വീട്ടിൽ ഒറ്റക്കും ഒരുപാട് ജോലികളുള്ള വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഒരു കാര്യം ഹെൽപ്പാണ് കേട്ടോ. പിന്നെ അതാ കുട്ടികൾക്ക് കുറേശ്ശെ ചോറ് മതി. ഇതാ വളരെ കുറച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ പക്ഷേ തിരിച്ചു പോലും അതേപോലെ തന്നെ ആ കറിയൊക്കെ അങ്ങനെ കൊണ്ടുവരും കേട്ടോ. ഭക്ഷണം പോലും കഴിക്കും, പക്ഷേ കറി ഉണ്ടാവില്ല, കറി ബാക്കിയായിരിക്കും. കറി കൂട്ടാതെ കുറച്ച് കറി മതി. അപ്പോൾ അതാ അതിലേക്കുള്ള ഉപ്പേരിയും ചോറൊക്കെ ആക്കി കൊടുക്കുകയാണ്. ചില സമയത്ത് ഞാൻ കോഴിമുട്ടയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പൊരിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഉപ്പേരി മതി. ഓലോട് ചോദിക്കും ഞാൻ തലേ നിങ്ങൾക്ക് രാവിലെ എന്താ കറിയാണ് വേണ്ടി എന്താ വേണ്ടിയെന്ന് ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കൽ. പിന്നെ അത് അപ്പോഴേക്കും ഞാൻ തിരുമ്പാനുള്ളതൊക്കെ മെഷീനിലിട്ടിട്ടുണ്ട്. ഈ സമയമായപ്പോൾ ഇതിനെ കുട്ടികളെല്ലാവരും പോയിട്ടോ. പിന്നെ ഞാൻ വേഗം അടിച്ച് വാരുകയാണ്. എല്ലാ ഭാഗവും ഒന്ന് അടിച്ച് വാരിയിട്ടാൽ പോയി വന്നിട്ട് വേണമെങ്കിൽ തുടയ്ക്കുക, അല്ലെങ്കിൽ തലേന്ന് ഞാൻ തുടച്ചതാണ്. അപ്പോൾ എന്നൊന്നും ഞാൻ തുടയ്ക്കലില്ല കേട്ടോ. അപ്പോൾ മറ്റേ ചേച്ചിയുള്ള സമയത്ത് ഡെയിലി അടിച്ച് വാരി തുടയ്ക്കും, ഇങ്ങനെ തിളങ്ങേനി ആകമൊക്കെ. അപ്പോൾ ഞാൻ പറയും 3-4 ദിവസമായിട്ടിപ്പോൾ തീരെ വൃത്തിയില്ലാത്ത പോലെ ആക്കിന് മോളെ, നല്ലൊരു വൃത്തിയാണ്. എന്നും തുടയ്ക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു വൃത്തി ഉണ്ടാവുമല്ലോ. അപ്പോൾ കൊലായി മാത്രമാണ് കേട്ടോ ഞാൻ തുടച്ചത്, അടിച്ച് വാരി തുടച്ചത്. കാരണം കയറി ഭാഗത്ത് എന്തായാലും മഴ ആയതുകൊണ്ട് സ്റ്റെപ്പുമ്മലൊക്കെ ചളി ഉണ്ടാവും. അതൊക്കെ തുടച്ചെടുത്ത് അടിച്ച് വാരി കഴിഞ്ഞതിന് ശേഷം പിന്നെ മോൻ്റെ തിരുമ്പാനുള്ളതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി വെക്കാണ്. തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി ആ അടിച്ച് വാരുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടേനി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പാത്രങ്ങൾ ഇതാ ഒരു ലോഡ് പാത്രങ്ങളുണ്ടല്ലോ അത് കഴുകാണ്. പിന്നെ അതാ ഡോക്ടർ വാഷ് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച സോപ്പ് നല്ല അടിപൊളിയാണല്ലോ, വാഷിംഗ് സോപ്പ്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ഈ പാത്രം കഴുകുന്നതെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. 2 ഒരു ഓഫറിൽ. പക്ഷേ വലിയൊരു ഗുണമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വിമ്മ് ലിക്വിഡും ഫെയറി അതൊക്കെ ആണ് കേട്ടോ നല്ലത്. ഇതൊക്കെ വലിയ ഗുണമൊന്നുമില്ല. പാത്രങ്ങൾ ഫുള്ളും ഞാൻ നല്ല ക്ലീൻ ആക്കിയിട്ട് എല്ലാം ഒഴിച്ചിട്ട് എല്ലാ പാത്രവും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയതും എല്ലാം ഞാൻ ഒഴിച്ചിട്ടാണ് കേട്ടോ അത് കഴുകണം. അങ്ങനെ കഴുകി വെച്ചാൽ പിന്നെ അടുക്കളയിലേക്ക് വരുമ്പോൾ നല്ലൊരു സുഖമാണ്. പാത്രങ്ങൾ ഒക്കെ കഴുകി വെച്ച് നല്ല ക്ലീനായ അടുക്കള കാണുമ്പോൾ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞാനും മോളൊക്കെ ചായ കുടിച്ചിട്ടോ. പിന്നെയാണ് ഇക്കാക്ക വന്നത് ചായ കുടിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എന്തൊക്കെയോ ചായ കുടിയും ചോറുന്നലൊക്കെയാണ്. എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ് കേട്ടോ ഇപ്പോൾ ചായ കുടിയൊക്കെ. ഓരോരുത്തർക്ക് എപ്പോഴാണോ സമയം കിട്ടണം അപ്പം കുടിക്കണം. ആരും ഇപ്പോൾ കാത്തിക്കലില്ല. കാരണം കാത്തുനിന്നിട്ട് കാര്യമില്ല, ഒഴിവുണ്ടാവില്ല ആർക്കും. പിന്നെ അതാ മോനെ കുളിപ്പിക്കലാണ് അടുത്തത്. അപ്പോൾ ചേച്ചിയുള്ള സമയത്ത് തന്നെ 9 മണിയാകുമ്പോൾ ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോയ ഉടനെയാണ് കേട്ടോ ഞങ്ങൾ അവർ കുട്ടീനെ കുളിപ്പിക്കൽ. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മോനെ കുളിപ്പിക്കാം. അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു 9:30-10 മണി ആകുമ്പോഴേക്കാണ് മോനെ കുളിപ്പിക്കൽ. കാരണം ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അതൊരു ചിട്ടയിൽ പോകുന്നതാണല്ലോ. ഒരു 9 മണിയാകുമ്പോൾ മോനെ കുളിപ്പിക്കുന്ന ആ ഒരു ചിട്ടയിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് അതന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ കുറേ ലേറ്റ് ആവും നമ്മളെ ഒഴിവിനനുസരിച്ചിട്ട് സൗകര്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിട്ടയിൽ തന്നെ പോട്ടെ. അപ്പോൾ മോളും അതേപോലെ തന്നെ ഓനെ കുളിപ്പിച്ച് വന്ന് ഓനെ പാലൊക്കെ കൊടുത്ത് ഓനെ ഉറക്കിയതിന് ശേഷമാണ് അടുത്ത ഓള് കുളിക്കും. അത് ഓളൊരു 10:30 മണിയാകുമ്പോഴത്തേക്ക് ഓള് കുളിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോണതിനെ കൊണ്ട് മുമ്പ് തന്നെ ഓളെ പറഞ്ഞ് ഏൽപ്പിച്ച് മോനൊക്കെ കുളിപ്പിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പോയത്.
അപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തലേന്ന് നല്ല പ്ലാനിങ് തന്നെ വേണം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. കാരണം ഞാൻ ഇപ്പോൾ പണിയൊക്കെ അവിടെ ഇട്ടേച്ച് അത്യാവശ്യം പണി മാത്രം കഴിച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ വന്നാൽ എപ്പോഴാണ് കഴിച്ചിലാവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ടോക്കനും കാത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്തേക്കും നമ്മൾ ടെൻഷൻ മുഴുവൻ വീട്ടിലത്തെ പണി കഴിഞ്ഞില്ലല്ലോ എന്ന് വയ്ക്കും. അപ്പോൾ കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ എല്ലാ പണിയും നമുക്ക് തീരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഒരു 6 മണി മുതൽ അടുക്കളയിൽ കയറിയാൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പണിയും തീർത്ത് നമുക്ക് ഫ്രീ ആവാം. ഒന്ന് മനസ്സ് വെച്ചാൽ അതിൻ്റെ മുന്നേയും ഫ്രീ ആവും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. രാവിലെ തന്നെ എണീക്കലും നേരത്തെ എണീക്കലും നമ്മളെ ജോലികളൊക്കെ സ്റ്റെപ്പായിട്ട് ഒരു മടിയും കൂടാതെ ഫോണൊന്നും നോക്കേ ചെയ്യാതെ നമ്മളെല്ലാ പണി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. വേറെ ഒന്നിനും നമ്മളെ സമയം വേസ്റ്റ് ആവില്ല. അതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറന്നു വരുത്തേ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.